കേരള ഫോക്ലോർ മ്യൂസിയം. ഇത് കൊച്ചിയിലൊരു ഹിഡൻ ജെം തന്നെയാണെന്ന് പറയാം നമ്മൾക്ക്. ഹായ് പറഞ്ഞേ ഗൈസ്, വെൽക്കം ടു മൈ ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊച്ചി തേവരയിലുള്ള കേരള ഫോക്ലോർ മ്യൂസിയത്തിലാണ്. കൊച്ചി തേവരയിൽ കുണ്ടറ സിഗ്നലിൻ്റെ അടുത്താണ് ഈ മ്യൂസിയം വരുന്നത്. മെയിൻ റോഡിൽ തന്നെ നിന്ന് നമുക്ക് കാണാം. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാർ പാർക്കിംഗ് ആണ്. അതൊരു കഷ്ടം തന്നെയാണ്. എസ്പെഷ്യലി ആരും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനോ ഇല്ല. ആൾക്കാരൊക്കെ തോന്നിയ പോലെ കൊണ്ടിടുകയാണ്. കാരണം ഒട്ടും സ്പേസ് ഇല്ല. ശരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ നല്ലപോലെ സ്പേസ് ഉണ്ടാവും. ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണ്. ഇവിടെ 25 വർഷത്തെ കളക്ഷൻസുമായി ശ്രീ ജോർജ് ജെ തളിയത്ത് അദ്ദേഹമാണ് ഈ മ്യൂസിയം ആരംഭിച്ചത്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഷൂ റാക്ക് ഉണ്ട്. പേയ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ഓൺ റിസ്കിൽ തന്നെ നമ്മളുടെ ഷൂവും സോക്സും എല്ലാവരും ഊരിയിട്ടിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. 3 നിലകളായിട്ടാണ് ഈ മ്യൂസിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 നിലകളായിട്ടുള്ള ഈ ഒരു മ്യൂസിയത്തിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വാസ്തുപ്രകാരം ഗ്രൗണ്ട് ഫ്ലോർ മലബാർ, പിന്നെ കൊച്ചി, പിന്നെ ട്രാവൻകൂർ എന്നീ രീതിയിലാണ് ഇത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. പിന്നെ ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 200 രൂപയാണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് എക്സ്ട്രാ 100 രൂപ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ സ്റ്റാഫുകൾ ഏത് ലാംഗ്വേജാണ് നമ്മൾ പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് എല്ലാ ഫ്ലോറിനെയും കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ മാത്രമല്ല എല്ലാത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്, എന്തുകൊണ്ടാണ്, തടി കൊണ്ടാണോ, എന്ത് തടി കൊണ്ടാണ്, ഇതെന്താണ് ഐറ്റം എന്നൊക്കെ എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾക്ക് ഡൗട്ട് വന്നാൽ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ ഹെൽപ്പും ചെയ്യും. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും പഴയ 17-ാം നൂറ്റാണ്ടിൽ മുതൽ എന്തോ ഉള്ളതാണ്. ഇത്രയും പഴയ സാധനം ഈ ഒരാൾ ഇത്ര കഷ്ടപ്പെട്ട് എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്നും പിന്നെ അതേപോലെ ഈ ഒരു കൊട്ടാരം പോലെ ഡിസൈൻ ചെയ്തിരിക്കണ അവരുടെയൊക്കെ അത്ഭുതം തന്നെയാണ് കേട്ടോ. നമുക്ക് കൺകുളിർക്കിയ തന്നെ കാണാം. എന്തൊരു അത്ഭുതമാണെന്ന് ഓരോരോ ശില്പങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് മിഴിച്ച് നിന്ന് പോകും. നമുക്ക് ശരിക്കും അവിടെ പോയി കോരിയെടുക്കാൻ തോന്നും എല്ലാത്തിനും. പക്ഷേ അവിടെ മസ്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നുമേ തൊടരുത് എന്നൊക്കെയുള്ള. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും, കുട്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ടുപോവുക. അവർ നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് തന്നെയാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴത്തെ ഫ്ലോറിൽ പറയണമെന്ന് വെച്ചാൽ 17th സെഞ്ച്വറി മുതൽ 20th സെഞ്ച്വറി വരെയുള്ള ശില്പങ്ങളാണ് ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാനും തേക്കിൽ നിർമ്മിതമാണ് കേട്ടോ. ഇത് നോക്കിയേ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനന്തനാഗത്തിൻ്റെ ഒരു തേക്കിൽ നിർമ്മിതമാണ്. ഇത് 17th സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരേ ഫ്ലോറ് ഒരേ തരത്തിലാണ് ഇവർ നിർമ്മിച്ചിരിക്കണേ. അതിൻ്റെ സീലിങ്സ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, എല്ലാനും ഡിഫറെൻ്റാണ്. ഇതിലിപ്പോൾ മലബാർ ഫ്ലോറിൽ പറയണമെന്ന് വെച്ചാൽ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ്. ലൈക്ക് ഇതിൻ്റെ സീലിങ്സ്, ഡോർസ്, വിൻഡോസ് എല്ലാനും ഓൾ ആർ കളക്റ്റഡ് ഫ്രം ഓൾഡ് ഇസ്ലാമിക് ഹൗസസ്. അത് കാണണം, എന്ത് രസമാണെന്നറിയോ, നമ്മൾ അത്ഭുതപ്പെട്ടു. ഇരുപത്തഞ്ച് വർഷം തന്നെ എടുത്തു ഈ ഒരു മ്യൂസിയം സെറ്റാക്കാൻ തന്നെ. ഒരുപാട് ആശാരിമാർ, ഓൾമോസ്റ്റ് 65 പേരോളമാണ് ഇത് ചേർന്ന് കഷ്ടപ്പെട്ട് തന്നെ എല്ലാവരും പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെയാണ്, നമുക്ക് മനസ്സിലാവും. ഒരേ കൊത്തുപണികളും എല്ലാവരും എത്ര രസമായിട്ടാണെന്നോ ഇവർ ചെയ്തിരിക്കുന്നത്.
ആർക്കിടെക്ചറൽ ഫീൽഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അവർക്ക് തന്നെയല്ല, സാധാരണക്കാർക്ക് പോലും ഇത് കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ കാണുന്ന എല്ലാ പുരാവസ്തുവിൻ്റെയും ഈ വലിയ ശേഖരണം എന്ന് പറയണത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന പുരാവസ്തുക്കളും അതോടൊപ്പം ഇന്ത്യയിലെ നെയ്ബറിങ് കൺട്രീസിൽ ബന്ധപ്പെടുന്ന വസ്തുക്കളും കൂടി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വടക്കൻ കേരളത്തിൻ്റെ തനത് സംസ്കാരമായ തെയ്യം കലാരൂപങ്ങളിലെ തെയ്യം രൂപങ്ങളാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പെട്ടെന്ന് കാന്താരയാണ് കേട്ടോ. ശരിക്കും നമ്മൾക്ക് പേടിയാവും. നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരേ ഒരു 10-20 കൂടുതൽ
രൂപങ്ങളുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. അതുമാത്രമല്ല, ഇവിടെ പലതരം ചിലങ്കകളും പിന്നെ നമ്മൾ അരമണികളും എല്ലാനും ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് കോയിൻസ്, ആ ടൈമിൽ ഉപയോഗിച്ചിരുന്ന വാളുകൾ, പുടവാളുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം ശരിക്കും നമുക്കൊരു വണ്ടറാണത് കാണുമ്പോൾ. പിന്നെ ആ ടൈമിൽ ഉപയോഗിച്ചിരുന്ന ജ്വല്ലറീസൊക്കെ കാണുമ്പോണ്ടല്ലോ, നമ്മൾ എൻ്റെ പൊന്നെ ഇപ്പോഴത്തെക്കാളും ജ്വല്ലറീനേക്കാളും സൂപ്പർ ഡിസൈൻസ് അപ്പോഴത്തെ. എന്ത് രസമാണ് കാണാൻ. ഇപ്പോഴൊക്കെ കുറേയൊക്കെ അതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവണേ അതൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് പുതിയ ഫാഷൻ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ രൂപങ്ങളാണ്. ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ രൂപങ്ങളിൽ കൂടെയാണ് ആ ഫ്ലോറ്. ഓൾമോസ്റ്റ് കുറേ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ആയതാണ്. Around 45,000 artifacts are exhibited here. എൻ്റെ പൊന്നും, അതൊന്നും വന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇനി ഫസ്റ്റ് ഫ്ലോർ ആവട്ടെ, അത് ഫുള്ള് കൊച്ചി സ്റ്റൈലാണ്. അവിടെ ട്രഡീഷണൽ ഡാൻസ് കോസ്റ്റ്യൂംസ്, ജ്വല്ലറീസ്, നാണയങ്ങൾ, അവിടെ ഒരുപാട് ഇതെല്ലാമാണ് അവിടെ എക്സിബിറ്റഡ് ചെയ്തിരിക്കുന്നത്.
ഒരുപാട് കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ കൊച്ചിയിലുണ്ടെന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഇതൊരു നല്ലൊരു പ്ലേസ് തന്നെയാണ്. 200 രൂപയ്ക്കൊരു വെർത്ത് തന്നെയാണെന്ന് നമ്മൾക്ക് പറയാം. ഇപ്പോൾ റേറ്റ് കൂടിയതാണ് കേട്ടോ, 100 രൂപയാണെന്നൊക്കെ അവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ 200 രൂപ കൊടുത്ത് ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ്. വരാൻ പറ്റുന്നവരും പോകാൻ പറ്റുന്നവരും ഫാമിലി ആയിട്ട് വന്ന് കണ്ട് പഠിക്കണ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരമായിരിക്കുള്ളൂ. അവർക്ക് അത് വന്ന് നിങ്ങൾ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, എല്ലാം അടിപൊളിയായിരിക്കുള്ളൂ. വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോറ് ട്രാവൻകൂർ ഫ്ലോറ്. അത് ഒരു ടെമ്പിൾ ആർക്കിടെക്ചറൽ സ്റ്റൈലിലായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. അവിടെ നമുക്കൊരു 63 ടൺ വുഡൻ സീലിംഗ് വിത്തൗട്ട് എനി പില്ലർ ഓർ കോൺക്രീറ്റ് അത് നമ്മൾക്ക് കാണാം. അത് 17th സെഞ്ച്വറിയിലെ ഒരു കൂത്തമ്പലത്തിൻ്റെ സീലിംഗ് ആണ്. അതുകൂടാണ്ട് അവിടെ 253 മ്യൂറൽ പെയിൻറ്റിങ്സും 333 കാർവിങ്സ് ഓൺ ദ സീലിങ്സ് ഇതൊക്കെ നമുക്ക് കാണാം. ഇതെല്ലാനും കളക്ട് ചെയ്ത് നിൽക്കുന്നത് ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജ് ജെ തളിയത്ത്. ഇവിടെ നമ്മൾക്ക് ഒരുപാട് കലാരൂപങ്ങൾ, കഥകളി, അങ്ങനത്തെ ഒരുപാട് രൂപങ്ങൾ കാണാം. അവിടെ ടി വിയിൽ തെയ്യം അങ്ങനെയൊക്കെ വെച്ചിട്ടും ഉണ്ടായിരുന്നു. നമ്മൾക്കവിടെ മുസ്ലിംസിൻ്റെ ഖുറാൻ അങ്ങനെ ഒരുപാട് മുസ്ലിംസിൻ്റെ ഐറ്റംസും ഇങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു.
അതുകൂടാണ്ട് അവിടെ ഒരു സ്റ്റോളും ഉണ്ടായി. നമ്മൾക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, എന്നാലും കാണാനും നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നമുക്ക് അവിടുത്തെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.